ഇന്ന് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. നമുക്കറിയാം, ഇന്ന് യുവാക്കളിലും ചെറിയ കുട്ടികളിൽ വരെ ലഹരിയുടെ ആസക്തി കൂടി വരികയാണ്. ഈ ആനുകാലിക സംഭവങ്ങൾ അതാണ് നമുക്ക് അറിയിക്കുന്നത്. ഇന്ന് അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് യുവാക്കളിലും കുട്ടികളിലും മയക്കുമരുന്ന് എന്നുള്ള മഹാവിപത്ത് വളരെയധികം വ്യാപിച്ചിരിക്കുകയാണ്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. അതായത് സമപ്രായക്കാരുടെ സ്വാധീനം, കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങള്, മാനസിക ആരോഗ്യ പ്രശ്നങ്ങള് എന്നിവയൊക്കെ ഒരു പരിധിവരെ ലഹരിയിലേക്ക് നയിക്കാവുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. ശരിയാണ്. സമപ്രായക്കാരുടെ സമ്മർദ്ദം, അതായത് പിയർ പ്രഷർ വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും? കുട്ടികൾക്ക് എന്താണ് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്? ജീവിത നൈപുണ്യ വിദ്യാഭ്യാസം എന്ന് പറയും. അതായത് ലൈഫ് സ്കിൽസ് എന്ന് പറയാം. അതായത് നമുക്കൊരു പ്രശ്നം ഉണ്ടായാല് അതിന് എങ്ങനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിങ്, എങ്ങനെ ഒരു തീരുമാനം എടുക്കണം, അതൊക്കെ ലൈഫ് സ്കിൽസിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഏത് ചെറിയ കുട്ടികളായാലും മുതിർന്നവരായാലും ഒക്കെ സ്ട്രെസ് ഉണ്ടാവും. അപ്പൊ ഈ സ്ട്രെസ്സിനെ എങ്ങനെ നേരിടാന്നൊക്കെ ഉള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഈ ലൈഫ് സ്കിൽസ് കൊണ്ട് തന്നെയാണ്. ഇപ്പൊ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഒന്നുകിൽ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ അവർ ഒളിച്ചോടുക, അല്ലെങ്കിൽ കൊല്ലുക, അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ നമുക്കൊരു അവബോധം, അതായത് സെൽഫ് ലവ് ഉണ്ടാവാത്തത് കൊണ്ടാണ് ഇതിലേക്ക് നയിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇത്തരം സ്കിൽസുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് തീരുമാനം എടുക്കാനുള്ള കഴിവും, ലഹരി വരുമ്പോൾ അല്ലാതെ നോ പറയാനുള്ള, യെസ് ഓർ നോ പറയാനുള്ള ഒരു കഴിവൊക്കെ നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റാവുന്നതാണ്. ശരിയാണ്. കുടുംബത്തിന് ഈ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? കുടുംബങ്ങൾ നിർണായകമായ ഒന്ന് തന്നെയാണ്. അതായത് കുടുംബ ബന്ധങ്ങൾ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള മാതാപിതാക്കൾ, ഇവരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടാക്കിയിട്ട് ലഹരിയോടൊക്കെ നമുക്ക് നോ പറയാൻ പറ്റാവുന്നതാണ്. കുടുംബത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോ നമുക്ക് ഈ പ്രശ്നത്തില് കുട്ടി, അത് യുവാക്കള്, സമൂഹം, ഇതില് സമൂഹത്തിന് എന്താണ് ചെയ്യാനുള്ളത്? എന്തൊക്കെ കാര്യങ്ങളാണ് സമൂഹത്തിന് ചെയ്യാൻ സാധിക്കുക? കമ്മ്യൂണിറ്റി അധിഷ്ഠിത പരിപാടികൾ, അതായത് സ്കൂളുകളിൽ ഉണ്ടാവുന്ന ബോധവൽക്കരണ പരിപാടികൾ, സെമിനാറുകൾ, അതേപോലെ തന്നെ പിന്നെ നമ്മൾ ഓരോ മേഖലയിൽ, അതായത് ഓരോ സംഘടനകൾ ഉണ്ടാക്കുന്ന ബോധവൽക്കരണ പരിപാടികളൊക്കെ നമുക്ക് ഇത്തരം ആളുകളിൽ ഇത്തരം ബോധവൽക്കരണം നടത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ഒരു സമഗ്രമായ സമീപനാണ്. എല്ലാ വിഭാഗവും ഒത്തുചേർന്നുകൊണ്ടുള്ള അതിന്റെ ഗുണം എന്തൊക്കെയാണ്? വ്യക്തമായി പറഞ്ഞാല് ഒരു വ്യക്തി, കുടുംബം, സമൂഹം, അങ്ങനെയാണല്ലോ വരിക. അപ്പൊ ഇവ മൂന്നും കൂടെ സംയോജിപ്പിച്ചാല് നമുക്ക് നല്ല ഒരു മാതൃകാപരമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക, അവരുടെ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കാനൊക്കെ പറ്റും. അപ്പൊ ഈ ജൂൺ 26 ഇന്ന് നമ്മള് ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുകയാണല്ലോ. അപ്പൊ അത് ഈ ഒരു ദിവസത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അത് ജീവിതത്തിലുടനീളം നമുക്ക് ഒരു ലഹരിക്ക് അടിമപ്പെട്ട ഒരാളെ സംരക്ഷിക്കാനും അയാൾക്ക് ഇനി അതിലേക്ക് പോവാതിരിക്കാനുള്ള ഒരു പ്രചോദനം നൽകാനുമുള്ള എന്തെങ്കിലുമൊക്കെ മെസ്സേജ് നമുക്ക് കൊടുക്കാൻ പറ്റുക. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു പേഴ്സൺ വിചാരിക്കുക, ഒരാളെ നമുക്ക് ഈ ഒരു ദുരിതത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാമെന്ന് ഓരോ പേഴ്സണും വിചാരിക്കുമ്പോൾ നമ്മുടെ ഉത്തമമായ ഒരു സമൂഹം ഉണ്ടായി കഴിയും. അങ്ങനെ നമുക്ക് ലഹരി നിർമ്മാർജ്ജനം എന്ന ആ ഒരു വാക്ക് അർത്ഥം ഇവിടെ പ്രസക്തമാവുകയും ചെയ്യുന്നു.